ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകുമാറാകട്ടെ. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുകൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ, അവതരണം കൃഷ്ണകുമാരി. കൃഷ്ണായനം കേൾക്കാനിരിക്കുമ്പോൾ തന്നെ എല്ലാവരും മറക്കാതെ ആദ്യം തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കേൾക്കാനിരിക്കുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. നാരദന്റെ ആഗമനം. വ്യോമാസുരന്റെ മരണം കംസനെ തെല്ലൊന്നുമല്ല ഉലച്ചത്. ഒരു ദിവസം മുഴുവൻ സുഹൃത്തിന്റെ വേർപാടിലുള്ള ആഘാതത്താൽ അസ്തപ്രജ്ഞനായി മധുരേശൻ ഇരുന്നു. ആരെയും അദ്ദേഹം കണ്ടില്ല, ചാരന്മാരെ പോലും. ആ മനസ്സിൽ കഴിഞ്ഞ കാലങ്ങൾ ഒന്നുകൂടെ ഉരുത്തിരിയുകയായിരുന്നു. പൂതനയുടെയും ശകടാസുരന്റെയും മരണം മുതൽ വ്യോമന്റെ ദുരന്തം വരെ എത്ര ബലശാലികളാണ് തന്നിൽ നിന്നും അകന്നത്. ഇവരായിരുന്നു തൻ്റെ ബലം. ബലത്തിനും ബലം കുറഞ്ഞു തുടങ്ങി എന്ന് ഊഹിക്കാം. കാര്യശേഷിയുള്ള പ്രലംബൻ പോയി. പ്രദ്യോതൻ അത്ര ശക്തിമാനാണോ? അക്കാര്യത്തിൽ കംസന് സംശയമായി എന്നല്ല, അവന്റെ കർമ്മങ്ങളിൽ പലതിനും ഒരു തരം താഴ്ന്ന ഭാവം ഉള്ളതുപോലെ തോന്നുകയും ചെയ്തു. തൻ്റെ വേണ്ടപ്പെട്ടവരെല്ലാം മരിച്ചിരിക്കുന്നത് അമ്പാടിയിലും വൃന്ദാവനത്തിലുമാണ്. അതോടെ യാദവന്മാർ അഹങ്കാരികളായി കാണും. ഈ വർഷം വരിനെല്ല് വരവിൽ 2 ഭാഗം കുറച്ചാണ് അയച്ചിരിക്കുന്നത്. വിള വർഷം കയറിപ്പോയത്രേ. അതിവൃഷ്ടിക്ക് കാരണക്കാരും അവർ തന്നെയാണ്. എന്നാലും സമാധാനിച്ചു. പെട്ടെന്നൊരു പോരിന് പുറപ്പെട്ടാൽ. അത്രത്തോളം ആയപ്പോൾ കംസൻ ചിന്ത നിർത്തി. സ്വന്തം മനസ്സിനെ പരിശോധിച്ചു. ആ കറുത്ത ചെറുക്കനെ താനും ഭയപ്പെടുന്നുണ്ടോ? ആ ചിന്ത മുളയിലെ നുള്ളുവാൻ കംസൻ ഒരുങ്ങി. എങ്കിലും പീലി ചാർത്തിയ കണ്ണൻ വാളുമായി ചീയിലെന്ന് മുന്നിൽ ചാടി വീഴുന്ന ദൃശ്യം മനസ്സിൽ തെളിയുന്നു. കാട് കയറുന്ന ചിന്തകളെ കംസൻ കടിഞ്ഞാണിട്ടു നിർത്തി. ഇടയ ചെറുക്കനെ വധിക്കുവാൻ തന്നെ ഉറച്ചു. അപ്പോൾ ജരാസന്ധന്റെ കുറിമാനവുമായി ഒരു ദൂതൻ എത്തിയ വാർത്ത ദ്വാരപാലകർ അറിയിച്ചു. ദൂതൻ കുറിമാനം ഭവ്യതയോടെ എത്തിച്ചു. കംസൻ സന്ദേശം വായിച്ചു. ഭാര്യാപിതാവായ ജരാസന്ധ രാജാവ് അശ്വമേധം നടത്തുന്നു. ഒരു ദിക്കിലേക്കുള്ള കുതിരയെ കംസൻ നയിക്കണം. അതാണ് സന്ദേശത്തിൻ്റെ ഉള്ളടക്കം. സന്ദേശം രാജാവിന് ആനന്ദം നിറച്ചു. യാഗാശ്വത്തോടൊപ്പം പോവുക അംഗീകാരമാണ്. വീരന്മാർ അഭിലഷിക്കുന്ന ഒന്ന്. യാഗാശ്വം സഞ്ചരിക്കുന്ന ഓരോ രാജ്യത്തെയും രാജാക്കന്മാരെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തണം, അവരെതിർക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ അവർക്കപ്പം തന്ന് ബഹുമാനിക്കും. ആ രാജാക്കന്മാരെ പരാജയപ്പെടുത്തുന്നതോടെ തൻ്റെ മോഹവും പൂവണിയുകയാണ്. ഇങ്ങനെ ചിന്തിച്ചുറച്ച കംസൻ ഭരണം മന്ത്രിമാരിൽ വെച്ചിട്ട് ജരാസന്ധന്റെ കൊട്ടാരത്തിലെത്തി. അശ്വമേധം അരങ്ങേറി. ദേവകൾക്ക് പോലും അസൂയ വരുത്തുന്ന രീതിയിൽ ഗംഭീരമായിരുന്നു ആ യാഗം. കംസനെ യാഗശാലയിൽ വെച്ച് ജരാസന്ധൻ വളരെ ഉപശ്ലോകിച്ചു. മറ്റു രാജാക്കന്മാർ കംസനെ ചക്രവർത്തിയായി തന്നെ പൂജിച്ചു. അശ്വമേധത്തിൽ മധുരേശൻ വളരെ ശോഭിച്ചു. വളരെ കുറച്ച് സമയം കൊണ്ട് ഏറെ രാജാക്കന്മാരെ പരാജയപ്പെടുത്തുവാൻ കംസന് കഴിഞ്ഞു. അശ്വമേധം അവസാനിച്ചു. കംസൻ മധുരയിലേക്ക് മടങ്ങി. മാസങ്ങളായുള്ള കംസന്റെ വേർപാട് മധുരയിൽ അനവധി സംഭവങ്ങളുടെ പരമ്പര തന്നെ ഉണ്ടാക്കി. മന്ത്രിമാരും സർവ്വസൈന്യാധിപനും എല്ലാം സംഭവങ്ങളും കംസനെ ധരിപ്പിച്ചു. ബുദ്ധിമാനായ കംസൻ എല്ലാത്തിനും പരിഹാരം നിർദ്ദേശിച്ചു. എന്നാൽ വ്രജഭൂമിയിലെ സംഭവം കംസനെ ചോടിപ്പിച്ചു, ക്രോധാവേശനാക്കി. കംസനിൽ ക്രോധത്തിൻ്റെ ചെമ്പരുത്തികൾ തന്നെ വിരിയിച്ചു. മാസത്തിലൊരിക്കൽ എത്തിക്കൊണ്ടിരുന്ന ധാന്യം ഇനി വർഷത്തിലൊരിക്കൽ മാത്രമേ എത്തിക്കുവാനാവുകയുള്ളൂ എന്നറിയിച്ചിരിക്കുന്നു.
ഈ സംഭവമാണ് കംസനെ ക്രോധാവേശനാക്കിയത്. വാളുമായി കംസൻ ചിക്കയെന്ന് പൊങ്ങി. പക്ഷെ എല്ലാവരും പ്രഭുവിനെ സമാധാനിപ്പിച്ചു. അവർ പറഞ്ഞു, ചാരന്മാർ ഉണർത്തിച്ചതാണ്. അധ്വാനിക്കുന്നവർക്കാണ് ആഹാരം കഴിക്കുവാൻ അവകാശം. അധ്വാനത്തിൻ്റെ മൂല്യം ധാന്യമായി ചൂഷണം ചെയ്യുന്നത് രാജാവായാലും തെറ്റാണ്. പകരം വസ്തു തന്നു വാങ്ങുന്നത് ശരി തന്നെയാണ്. അല്ലാതെ കപ്പമായി ചോദിക്കുന്നത് കംസനെ നല്ല പ്രഭുവാക്കുകയില്ല, ജലപ്രഭുവാക്കുകയേ ഉള്ളൂ. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുമെന്ന് ഗോപന്മാർക്ക് ഉറപ്പുണ്ട്. അധ്വാനിക്കുവാൻ ഒരു ജനതയും തിന്നു തീർക്കുവാൻ മറ്റൊരു ജനതയും. ഇത് ആവർത്തിക്കരുത്. ഇങ്ങനെ ഒരു കറുത്ത ചെറുക്കൻ പറഞ്ഞയച്ചു എത്രേ. കംസൻ അലറി. കമാനങ്ങൾ കിടുങ്ങി. ഇനിയും അവനെ വെച്ചുകൊണ്ടിരുന്നാൽ മധുരയ്ക്ക് നാശമാണ്. ഉടനടി എന്തെങ്കിലും അനുഷ്ഠിച്ചേ മതിയാവുകയുള്ളൂ. ഇങ്ങനെ പിറുപിറുത്തുകൊണ്ട് കംസൻ അന്തഃപുരത്തിലേക്ക് നടന്നു. അവിടെ ഇരുന്നവരെക്കുറിച്ച് പോലും കംസൻ ചിന്തിച്ചില്ല. ഒന്നു മാത്രമേ മധുരേശൻ കണ്ടതുള്ളൂ. തൻ്റെ മുമ്പിൽ വളർന്നു വരുന്ന കാലിച്ചെറുക്കൻ, കായാവൊളി വഹിക്കുന്ന കരുമാടിക്കുട്ടൻ. അന്തഃപുരത്തിൽ എത്തും മുമ്പ് ദ്വാരപാലകൻ നാരദ മഹർഷിയുടെ ആഗമനം കംസനെ അറിയിച്ചു. വരണ്ട ചട്ടിയിൽ വീഴുന്ന ജലത്തുള്ളികൾ ആദ്യം നശിച്ചു പോകുമെങ്കിലും ക്രമേണ തണുപ്പാർന്നു വരും പോലെ കംസന്റെ മനം നാരദാഗമന പ്രസ്താവനയിൽ ശീതമാർന്നു. നാരദനെ യഥായോഗ്യം സ്വീകരിച്ച് മന്ത്രമണ്ഡപത്തിൽ എത്തിക്കുവാൻ കംസൻ നിയോഗം നൽകി. പൂജ്യാസനത്തിൽ അദ്ദേഹത്തെ ഉപവിഷ്ടനാക്കി കംസനും ഇരുന്നു. കംസൻ പറഞ്ഞു, ദേവർഷേ, അങ്ങയെ കണ്ടതു ഭാഗ്യം. ചില കാര്യങ്ങൾ അങ്ങയോട് ചോദിച്ചറിയണമെന്നുണ്ടായിരുന്നു. വിരോധമില്ലെങ്കിൽ പറഞ്ഞു തന്ന് സഹായിച്ചാലും. കംസന്റെ വാക്കുകൾ കേട്ട് നാരദൻ പറഞ്ഞു, മഹാരാജാവേ, താങ്കൾ ചോദിക്കുവാൻ പോകുന്നതെന്തെന്ന് എനിക്കറിയാം. അതുകൂടെ പറയുവാനായിട്ടാണ് ഞാൻ വന്നത്. എന്നും നിന്റെ ബന്ധുവായിരുന്നു ഞാൻ. എനിക്ക് യുദ്ധം ചെയ്യുവാൻ അറിയില്ല. എന്നാൽ നടന്നു കാണുമ്പോൾ അനുഭവപ്പെടുന്ന വസ്തുതകൾ ബന്ധുക്കളെ അറിയിച്ച് സഹായിക്കുവാനാവും. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതും. ഇനി പറയുവാൻ പോകുന്ന കാര്യങ്ങൾ രഹസ്യമാണ്. മനസ്സിൽ സൂക്ഷിച്ചു പെരുമാറണം. അവിവേകമോ അതിവേഗമോ കാട്ടരുത്. വൃന്ദാവനത്തിൽ വളരുന്ന കാലിച്ചെറുക്കൻ നിന്റെ ശത്രുവാണ്. നന്ദഗോപന്റെ ഗൃഹത്തിലാണ് അവൻ വളരുന്നത്. മൂത്തവനും ഇളയവനും അവർ 2 പേരുണ്ട്. ഇളയവനാണ് പ്രബലൻ. മൂത്തവനും മോശമല്ല. നിന്റെ സജീവനായ ധേനുകനെ നിധനം ചെയ്തത് മൂത്തവനാണ്. അവൻ്റെ നാമം രാമൻ. ഇളയവന് പല പേരുകളുണ്ട്. കൃഷ്ണൻ എന്ന നാമമാണ് പ്രശസ്തം. മൂത്തവൻ വെളുമ്പൻ, ഇളയവൻ കറുമ്പൻ. മൂത്തവൻ്റെ കരത്തിൽ ഒരു കലപ്പ കാണും, ഇളയവൻ ഓടക്കുഴലും. നിന്റെ സുഹൃത്തും ബന്ധുവുമായ അരിഷ്ടനെയും വ്യോമനെയും വധിച്ചത് ഇളയ കുട്ടിയാണ്. ഗോപവനിതകൾക്ക് അവൻ മലരമ്പൻ, യശോദയ്ക്ക് കണ്ണപ്പൻ, വൃഷഭാനുപുത്രിയായ രാധയ്ക്ക് അങ്കജൻ. ഈ മഞ്ഞിനവൻ മണ്ണപ്പൻ. അവനെയാണ് ഗോവർദ്ധനോദ്ധാരകനായി അവർ കാണുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയാം. നിന്റെ ബന്ധുക്കൾ തന്നെയാണ് ശത്രുക്കൾ. അന്നത്തെ അശരീരി ഓർമ്മയുണ്ടല്ലോ. അത് വെറുതെ ആയിരുന്നില്ല, കാര്യമായി തന്നെ സംഭവിച്ചു. നിന്നെ വസുദേവർ ഭംഗിയായി മറച്ചു. ദേവകിയുടെ മകനാണ് ആ കറുത്ത ചെറുക്കൻ. രാമൻ രോഹിണിയുടെ മകനും. അന്ന് രാത്രി പ്രസവിച്ച ഉടനെ ഇവിടെ നിന്ന് കുഞ്ഞിനെ കടത്തി. യശോദ പ്രസവിച്ച കുഞ്ഞിനെ ദേവകിയുടെ സമീപത്തും കിടത്തി. ഇതാണ് സംഭവിച്ചത്. ഇളയ കുട്ടി നിന്റെ ഘാതകനാകുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അശരീരി തെറ്റാം, തെറ്റാതിരിക്കാം. ഏതിനും നീ രക്ഷ നോക്കണം. അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. സ്വരക്ഷ സ്വയം നോക്കുക എന്ന സ്വാർത്ഥത നീ നേടണം. ആ കൃഷ്ണൻ ഇപ്പോൾ 9 വയസ്സും 5 മാസവും പ്രായമായിരിക്കുന്നു. നാരദവാക്യം ശ്രവിച്ച് അതിരുഷ്ടനായി അസുരൻ ചാടി എഴുന്നേറ്റു. കോപം ജ്വലിക്കുന്ന അവൻ തീക്ഷ്ണമായി അലറി. സിംഹാസനം കുലുക്കി എഴുന്നേറ്റ് മിന്നിത്തിളങ്ങുന്ന വാൾ വലിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു, മാമുനെ, അങ്ങ് മാത്രമാണ് എൻ്റെ ബന്ധു. എൻ്റെ മാറിൽ വാളോങ്ങാൻ മകനെ ഒളിച്ചു വളർത്തുന്ന ആ കശ്മലനെ വധിച്ചിട്ടു തന്നെ കാര്യം. സഹോദരീ ഭർത്താവാണ് പോലും. അവനാണ് എൻ്റെ ബദ്ധശത്രു. നാരദൻ കംസനെ തടഞ്ഞു. അതിവേഗം അരുത്.
അനാവശ്യവും നിയന്ത്രിക്കണം. വസുദേവരും ദേവകിയും തീർത്ഥയാത്ര കഴിഞ്ഞെത്തിയിട്ട് ഒരു വാരമേ ആയിട്ടുള്ളൂ. അവരെ വധിച്ചാൽ മധുര ഇളകും, ജനപ്രീതി പോകും, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുകയില്ല. സത്യം വെളിവായെന്ന് കരുതി നന്ദഗോപനും മകനും ഒളിവിൽ പോകും. പട കൂട്ടുമെന്നല്ല, ഒരു കുഞ്ഞിനെ പോരിൽ വധിച്ചുവെന്ന് അറിഞ്ഞാൽ മധുരയിലെ ജനങ്ങൾ സഹിക്കുകയില്ല. അവരും ക്രൂരവൃത്തികൾ അനുഷ്ഠിക്കും. സൂത്രത്തിൽ അവനെ വധിക്കണം. അക്കൂട്ടത്തിൽ മതപരിതരായ ഗോപാലന്മാരെയും നശിപ്പിക്കണം. അതിനുള്ള ബുദ്ധി പറഞ്ഞു തരാം, അടങ്ങിയിരിക്കുക. നാരദൻ ഏറെ നേരം സംസാരിച്ചു. കംസന്റെ വദനം വികസിച്ചു. കണ്ണുകൾക്ക് പ്രഭയേറി. സാധ്യതമെന്ന് കണ്ടു. സന്തോഷചിത്തനായി മഹർഷിയെ സാഷ്ടാംഗം നമസ്കരിച്ചു. എല്ലാം നന്മയ്ക്കാണ്, മഞ്ഞിന്റെ നന്മയ്ക്ക്, അതുപോലെ വരും. ഇങ്ങനെ ആശീർവദിച്ച് നാരദൻ യാത്രയായി. അടുത്ത ഭാഗം സഭ. വീണാധരൻ വിണ്ണേറിയിട്ടും കംസൻ ഏറെ നേരം മന്ത്രമണ്ഡപത്തിൽ തന്നെയിരുന്നു. നാരദൻ പറഞ്ഞ സംഭവങ്ങൾ മനസ്സിലിട്ട് കുടഞ്ഞു. ശരിയല്ലേ കാര്യങ്ങൾ? അന്നേ ദേവകിയെ വധിക്കണമായിരുന്നു. സഹോദരിയെങ്കിലും പരമദുഷ്ടത്തി. വസുദേവരുടെ സത്യം ചെയ്യൽ ഓർക്കുമ്പോൾ വെട്ടി നുറുക്കുവാൻ തോന്നുന്നു. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടുള്ള കളി തന്നെയായിരുന്നു. 6 എണ്ണത്തിനെയും കൊല്ലുവാൻ തന്നു. തന്നെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നതിനെ രഹസ്യമായി വളർത്തുവാൻ ഏൽപ്പിച്ചു. 2നെയും ഈ നിമിഷം വധിക്കേണ്ടതാണ്. പക്ഷേ മഹർഷിയുടെ വാക്കിനെ അധികരിക്കുവാൻ പാടില്ല. എന്നാൽ കാലിച്ചെറുക്കൻ്റെ തല വെട്ടുന്ന നിമിഷം ഈ ദുഷ്ടരെയും ഭൂമുഖത്തു നിന്ന് നീക്കും. അതിനു മുൻപ് അവർ രക്ഷപ്പെട്ടാലോ? പാടില്ല. ഇങ്ങനെ ചിന്തിച്ച കംസൻ 2 ഭടന്മാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ തന്നെ വസുദേവരുടെ കൊട്ടാരത്തിൽ പോകണം. ദേവകിയെയും വസുദേവരെയും 2 മുറികളിൽ ചങ്ങലയിൽ ബന്ധിച്ചിടണം. പുറത്താരും അറിയുക വേണ്ട. അവിടെ നിങ്ങൾ കാവൽ നിൽക്കുകയും വേണം. ഭടന്മാർ കംസന്റെ ആജ്ഞ ശിരസാ വഹിച്ചു. വസുദേവരും ദേവകിയും വീണ്ടും ചങ്ങലയിൽ ബന്ധിതരായി. മധുരേശൻ മന്ത്രിമാരെയും സൈന്യനായകരെയും പൗരമുഖ്യരെയും വിളിച്ചു വരുത്തി. അടിയന്തര സന്ദേശം ലഭിച്ച പലരും വേഷത്തിൽ പോലും ശ്രദ്ധിക്കാതെയാണ് പാഞ്ഞെത്തിയത്. എല്ലാവരും സഭയിൽ അവരവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആസ്ഥാനങ്ങളിൽ ഉപവിഷ്ടരായി. യഥാസമയം കംസനും എത്തി. ഉപചാര പ്രത്യുപചാരങ്ങൾക്കു ശേഷം കംസൻ പറഞ്ഞു, പ്രബുദ്ധരും വിജ്ഞരുമായ സഭാവാസികളെ, ഒരു പ്രധാന കാര്യം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുവാനാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയത്. മധുരയുടെ മാറിൽ ഒരു ധൂമകേതു പതിക്കുവാൻ പോകുന്നുവെന്ന് തോന്നുന്നു. അതിനെ നശിപ്പിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ഇങ്ങനെ പീഡികയായി പറഞ്ഞുകൊണ്ട് കംസൻ വൃന്ദാവനത്തിൽ നന്ദഗോപസുതനായി വളരുന്ന ഇന്ദിരാരമണന്റെ കഥ അവതരിപ്പിച്ചു. വികാരം കോപമായും രൗദ്രമായും ബീഭത്സമായും കംസനിൽ രൂപം മാറി. സഭാവാസികൾ ഞെട്ടിപ്പിടഞ്ഞിരുന്നു. അവസാനം കംസൻ ഇപ്രകാരം നിർത്തി, ഇടയച്ചെറുക്കനായ അവൻ വ്യോമനെ കൂടി കൊന്നു. നിസ്സാരനല്ലെന്ന് പറയുവാൻ എനിക്ക് തോന്നുന്നു. ആ വ്രജഭൂമിയിൽ വളരുന്ന നമ്മുടെ മൂലശത്രുക്കളെ നശിപ്പിക്കേണ്ടത് അടിയന്തര കടമയായി മാറിയിരിക്കുന്നു. നിങ്ങൾക്കുള്ള അഭിപ്രായം തുറന്നു പറയണം. കംസൻ പറഞ്ഞു നിർത്തി. പേമാരി പെയ്തു തോർന്ന പ്രതീതി. ആരും ശബ്ദിക്കുന്നില്ല. തൊണ്ടയിൽ നാവ് കുരുങ്ങിയതുപോലെ. പ്രധാന സജീവൻ പറഞ്ഞു, പ്രഭോ, തുറന്നു പറയുന്നതിൽ അങ്ങ് ക്ഷമിക്കണം. വീണയും ചുമ്മി നടന്ന ഏഷണി കൂട്ടുന്ന ആ മുനിയെ വിശ്വസിക്കരുത്. ദേവകിയുടെ 8ാമത്തെ സന്താനം പുരുഷനായിരിക്കുമെന്ന് ശരീരി പറഞ്ഞു. അതു തെറ്റി. പറഞ്ഞതിനെ ന്യായീകരിക്കുവാൻ വന്നിരിക്കുകയാണ് വീണ്ടും. ദേവകി കള്ളം പറയാം, പക്ഷേ യശോദയോ? അവർ പ്രസവിച്ചത് പെൺകുഞ്ഞാണെങ്കിൽ അതിനെ കളഞ്ഞിട്ട് ആൺകുഞ്ഞിയെ സ്വീകരിക്കുമോ? സ്വന്തം രക്തം വിറ്റ് ആരെങ്കിലും അന്യരക്തം ചുമ്മി നടക്കുമോ? ആ കറുത്ത ചെറുക്കൻ അവരുടെ മകൻ തന്നെയാവാം. ഇനി ദേവകിയുടെ മകനാണെങ്കിൽ തന്നെ അവനാണ് ഇവരെയെല്ലാം കൊന്നതെന്ന് വിശ്വസിക്കുവാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. 10 വയസ്സുപോലും തികഞ്ഞിട്ടില്ലാത്തവനും യുദ്ധമുറകൾ അഭ്യസിച്ചിട്ടില്ലാത്തവനുമായ ഒരുവൻ യുദ്ധം ചെയ്ത് ഇവരെ കൊന്നെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും?
പൂതനയും തൃണാവർത്തനുമൊക്കെ ആയുസ്സെത്തി മരിച്ചത് തന്നെയാണ്. കാട്ടിലും പുൽമേട്ടിലും പശുക്കളെ മേച്ച് നടക്കുന്ന ആ ഇടയ ബാലന്മാർക്ക് എന്ത് ബലമാണുള്ളത്? മൃഗരാജാവായ സിംഹത്തെ ഒരു കുറുക്കൻ വകവരുത്തി എന്ന് പറയുന്നത് പോലെ വിഡ്ഢിത്തരമാണിത്. പ്രഭോ, അങ്ങ് ബാലിശനാകരുത്. ആ കാലിപ്പിള്ളർക്ക് വേണ്ടി സഭ കൂടിയത് തന്നെ നമ്മുടെ ഭയത്തെ സൂചിപ്പിക്കുന്നു. എന്നാലും നമ്മുടെ ശത്രുക്കളാണ് അവരെന്ന് പറയുന്നത് കൊണ്ട് രാമകൃഷ്ണന്മാരെ വധിക്കണം. തീർച്ച. അതിന് ഇത്രയും സന്നാഹം ആവശ്യമുണ്ടോ? ആലോചനായോഗം വേണമോ? വ്രജഭൂമിയിൽ എത്തി അവരെ വധിക്കാം, അല്ലെങ്കിൽ അവരെ ഇവിടെ വരുത്തിയാലും മതി. ചക്രവർത്തിയാണ് അങ്ങ്. ശത്രുക്കളെ നിഗ്രഹിച്ച് രാജ്യരക്ഷ ചെയ്യേണ്ടത് രാജാവിൻ്റെ കർത്തവ്യമാണ്. അങ്ങയുടെ ഭാഗത്താണ് ന്യായം. കംസൻ പറഞ്ഞു. അമാത്യരെ, താങ്കൾ പറഞ്ഞത് രാഷ്ട്രതന്ത്രമാണ്. അത് ശരിയുമാണ്. പക്ഷേ തന്ത്രങ്ങൾക്കപ്പുറം അഭൗമമെന്ന് തോന്നുന്ന ചില ഗാഥകൾ മണ്ണിലിറങ്ങി വരാറുണ്ട്. ആ ഗാനങ്ങൾ നമ്മുടെ ജ്ഞാനത്തിന് വഴങ്ങില്ല. അത്തരമൊന്നാണ് ആ കാലിച്ചെറുക്കൻ്റെ കാര്യം. കാളിയനെ മതിച്ചതും ഗോവർദ്ധനം ഉയർത്തിയതും നിസ്സാരമാണോ? ദൃക്സാക്ഷികളായ ചാരന്മാർ അറിയിച്ചതാണത്. അവർ കപടത പറയുകയില്ല. അതുകൊണ്ട് ദേവകിയുടെ 8ാമത്തെ പുത്രനെ ഞാൻ ഭയക്കുന്നു. അവനെ കൊല്ലേണ്ടത് മധുരയുടെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഇടയബാലൻ മധുരയുടെ അധിപനാകും. അതുകൊണ്ട് അവനെ കൊല്ലണം. അവൻ മരിക്കണം. ശത്രു ബലഹീനനായിരിക്കാം, ബലവാനായിരിക്കാം. കാലം അവനെ ബലവാനോ ഹീനനോ ആക്കിയെന്ന് വരാം. പക്ഷെ സമയം വരുമ്പോൾ ശത്രുവിനെ ഉന്മൂലനം ചെയ്യണം. അതാണ് രാഷ്ട്രതന്ത്രം. ഏറെ ആലോചിച്ച ശേഷം മന്ത്രി പറഞ്ഞു. മഹാരാജൻ, അങ്ങനെയാണ് കാര്യമെങ്കിൽ നമ്മുടെ ധനുര്യാഗത്തിനുള്ള സമയമല്ലേ ഇത്? പൂർവ്വത് ഭംഗിയായി അത് കൊണ്ടാടണം. ദേശീയ ഉത്സവമാക്കണം. വൃന്ദാവനവാസികളെ അടക്കം എല്ലാവരെയും ക്ഷണിക്കണം. വിവിധ യുദ്ധമുറകൾ അരങ്ങേറാനും അഭ്യസിക്കുവാനുമുള്ള മുഹൂർത്തമാണല്ലോ ഇത്. ഒരു മുഷ്ടിയുദ്ധത്തിന് കളമൊരുക്കി രണ്ടിനെയും അവിടെ വെച്ച് തകർക്കാമല്ലോ. ആനന്ദത്തോടെ കംസൻ പറഞ്ഞു. നാരദൻ പറഞ്ഞതും അങ്ങുരച്ചതും ഒന്ന്. അതുതന്നെയാണ് വേണ്ടതും. ചാപപൂജ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കട്ടെ. പ്രധാന അമാത്യന്റെ ചുമതലയിൽ യാഗശാല ഒരുക്കണം. വേദികളിൽ എല്ലാ വില്ലും പൂജയ്ക്ക് വെക്കണം. മല്ലശാലകൾ, നാടകശാലകൾ, കഥനശാലകൾ എന്നിവ ഉണ്ടായിരിക്കണം. മുഷ്ടിയുദ്ധ വേദികൾ തയ്യാറാക്കണം. ഏറ്റവും നല്ല യോദ്ധാക്കൾക്ക് പട്ടും വളയും സമ്മാനമായി നൽകണം. കംസന്റെ തീരുമാനം ഒരു വിളംബരമായി രാജ്യത്തെങ്ങും അറിയിച്ചു. ജനങ്ങൾ ഉണർന്നു. യുദ്ധക്കളരികൾ നിറഞ്ഞുണർന്നു. എല്ലാവരും ആയോധനാഭ്യാസനങ്ങളിൽ ഏർപ്പെട്ടു. മധുരാപുരി ആനന്ദത്തിൽ ആറാടിയപ്പോൾ കംസൻ തൻ്റെ വിശ്വസ്തരായ ചില ഭൃത്യന്മാരെ വിളിച്ച് രഹസ്യ നിർദ്ദേശങ്ങൾ നൽകി പല സ്ഥലത്തേക്കും അയച്ചു. ആലോചനാമഗ്നനായി കംസൻ അന്തഃപുരത്തിലേക്ക് നടന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം മറ്റൊരു ഭാഗവുമായി വരുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.